നമസ്കാരം. നെതന്യാഹുവിന് ഇറാന്റെ വക തിരിച്ചടി. ഇറാന്റെ വലയിൽ ഇസ്രായേലിനെ വീഴ്ത്തിയിരിക്കുന്നു. എങ്ങനെയാണ് അത് സംഭവിച്ചിരിക്കുന്നത്? ഇറാനിൽ അറസ്റ്റിലായത് ഏകദേശം 20 പേർ, തകർന്നടിഞ്ഞത് 5 വൻ ആയുധ ശൃംഖലകൾ, ഇസ്രായേൽ പോലും അറിയാതെ ഇറാൻ കൊടുത്ത ആ മാസ് പണി, മധ്യപൂർവേഷ്യയുടെ ആകാശത്ത് മിസൈലുകൾ പറക്കുന്നതിനേക്കാൾ ഭീകരമായിട്ടുള്ള ഒരു നിഴലുദ്ധം ഭൂമിക്കടിയിൽ നടക്കുന്നുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ്. അവിടെയാണ് ഇസ്രായേലിന്റെ ചാരക്കണ്ണുകളെ വെട്ടിച്ച് ഇറാന്റെ IRGC ചരിത്രപരമായിട്ടുള്ള ആ തിരിച്ചടി നൽകിയിരിക്കുന്നത്. ഇറാന്റെ മണ്ണിൽ ഇസ്രായേൽ വിരിച്ച വലയിൽ അവർ തന്നെ വീഴുന്ന കാഴ്ച, അതിർത്തികൾ കടന്ന് രഹസ്യമായി ഒഴുക്കിയ അല്ലെങ്കിൽ ഒഴുകിപ്പോയ തോക്കുകളും സ്ഫോടക വസ്തുക്കളും പിടിച്ചെടുത്തു എന്ന് മാത്രമല്ല, ഇതിന് പിന്നിലെ സൂത്രധാരന്മാരായിട്ടുള്ള 20 പേരെയും ഇരുമൊഴിക്ക് പിന്നിലാക്കുകയാണ് ഇറാൻ. യുദ്ധം വെറും വിമാനങ്ങൾ കൊണ്ടല്ല, ബുദ്ധിപരമായ നീക്കങ്ങൾ കൊണ്ടാണ് എന്ന് ഇറാൻ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. ഈ 5 വലിയ ആയുധ വെടിക്കൊപ്പ് കള്ളക്കടത്ത് ശൃംഖലകളെ തകർത്തതായിട്ട് IRGC പ്രഖ്യാപിച്ചതോടെ പശ്ചിമേഷ്യയിലെ രഹസ്യ പോരാട്ടം വീണ്ടും ആഗോളതലത്തിൽ ചർച്ചയാവുകയാണ്. ഇറാന്റെ അവകാശവാദ പ്രകാരം രാജ്യത്തിനകത്ത് കലാപവും ഭീകരാക്രമണങ്ങളും അസ്ഥിരതയും സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു ഈ ശൃംഖലകളുടെ പ്രവർത്തനം. ഇന്റലിജൻസ് ഓപ്പറേഷനുകളുടെ ഭാഗമായിട്ട് 20 പേരെ അറസ്റ്റ് ചെയ്തതോടൊപ്പം വൻതോതിൽ ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും പിടിച്ചെടുത്തുവെന്ന വാർത്ത ഇറാനിയൻ മാധ്യമങ്ങൾ രാജ്യത്തെ അകത്തുനിന്ന് കത്തിക്കുവാനുള്ള ഗൂഢാലോചന തകർത്ത ചരിത്ര നീക്കം എന്ന രീതിയിൽ അവതരിപ്പിക്കുകയും ചെയ്തു. മാത്രമല്ല, ഇറാന്റെ ആഭ്യന്തര സുരക്ഷാ സംവിധാനത്തിനും ദേശീയ സ്ഥിരതയ്ക്കുമെതിരെ പ്രവർത്തിച്ചിരുന്ന ഈ ശൃംഖലകൾ വെറും കള്ളക്കടത്ത് സംഘങ്ങളല്ല എന്നാണ് IRGC അവകാശപ്പെടുന്നത്. രാജ്യത്തിനകത്ത് കലാപം, ഭീകരാക്രമണം, ആഭ്യന്തര അസ്ഥിരത എന്നിവ സൃഷ്ടിക്കുവാൻ ലക്ഷ്യമിട്ട വലിയ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു ഇവയെന്ന് അവർ പറയുകയും ചെയ്യുന്നു. മെയ് 12 പുറത്തിറക്കിയ ഔദ്യോഗിക പ്രസ്താവനയിൽ ഇന്റലിജൻസ് ഓപ്പറേഷനുകളുടെ ഭാഗമായിട്ട് 5 തീവ്രവാദ സെല്ലുകളിൽ നിന്നായിട്ട് 20 പേരെ തിരിച്ചറിഞ്ഞ് കസ്റ്റഡിയിലെടുത്തതായിട്ട് IRGC വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഇവരിൽ നിന്ന് 50-ലധികം തോക്കുകളും 70 കിലോഗ്രാം സ്ഫോടക വസ്തുക്കളും 2000 വെടികുണ്ടകളും മറ്റു സൈനിക ഉപകരണങ്ങളും പിടിച്ചെടുത്തു എന്ന് കൂടി ഇറാൻ അറിയിക്കുകയാണ്. അപ്പോൾ ഈ വെളിപ്പെടുത്തലുകൾ ഇറാനിൽ വലിയ രാഷ്ട്രീയ സുരക്ഷാ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. കാരണം ആദ്യമേ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു സാധാരണ കുറ്റകൃത്യ ശൃംഖലയായി കാണാൻ ഇറാൻ തയ്യാറല്ല. മറിച്ച് രാജ്യത്തിനകത്ത് ആഭ്യന്തര കലാപം സൃഷ്ടിക്കുവാൻ വിദേശ ശക്തികൾ നേരിട്ട് ഇടപെട്ടു എന്നുള്ള വാദമാണ് ഇറാനിയൻ ഭരണകൂടം മുന്നോട്ട് വെക്കുന്നത്. വർഷങ്ങളായിട്ട് പ്രത്യേകിച്ച് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാന്റെ ആഭ്യന്തര സ്ഥിരത തകർക്കാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണം ഇറാൻ വർഷങ്ങളായി ഉന്നയിക്കുന്നതാണ്. ഇപ്പോഴത്തെ അറസ്റ്റുകളും ആയുധശേഖരങ്ങളും ഈ ആരോപണങ്ങൾക്ക് പുതിയ ശക്തി നൽകുന്നതായാണ് ഇറാൻ സർക്കാർ അല്ലെങ്കിൽ ഇറാന്റെ സർക്കാർ അനുകൂല മാധ്യമങ്ങളടക്കം ചിത്രീകരിച്ചു കാണിക്കുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പഴയ പരാമർശങ്ങൾ വീണ്ടും ചർച്ചയാകുന്നത്. ജനുവരിയിലെ കലാപ സമയത്ത് അമേരിക്കയും ഇസ്രായേലും ഇറാനിലേക്ക് ആയുധങ്ങൾ കടത്തിയെന്ന ആരോപണങ്ങൾക്ക് ബലം നൽകുന്ന രീതിയിലാണ് ട്രംപിന്റെ പ്രസ്താവനകൾ ഇപ്പോൾ ഇറാനിയൻ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത്. ഞങ്ങൾ തോക്കുകൾ അയച്ചു, ധാരാളം തോക്കുകൾ എന്ന ട്രംപിന്റെ വാക്കുകൾ ഇപ്പോൾ ഇറാനിൽ ആ രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കപ്പെടുകയാണ്. ഇറാന്റെ കാഴ്ചപ്പാടിൽ ഇതൊരു തുറന്ന സമ്മതോക്തിയാണ്. ഇറാനിലെ ആഭ്യന്തര കലാപങ്ങളെ വെറും ജനകീയ പ്രക്ഷോഭങ്ങളായി മാത്രമല്ല, വിദേശ ഇടപെടലുകളാൽ പ്രേരിപ്പിക്കപ്പെട്ട അസ്ഥിരത ഓപ്പറേഷനുകളായി കാണേണ്ടതുണ്ട് എന്നാണ് അവരുടെ നിലപാട്. ഡിസംബർ അവസാനവും ജനുവരി ആദ്യവുമായിരുന്നു ഇറാൻ ഏറ്റവും അധികം അസ്ഥിരത ബാധിച്ച കാലഘട്ടം. രാജ്യത്തിന്റെ പല നഗരങ്ങളിലും പ്രതിഷേധങ്ങളും അക്രമ സംഭവങ്ങളും പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. എന്നാൽ ഇറാന്റെ ആരോപണം അനുസരിച്ച് ഇവ സ്വാഭാവിക ജനകീയ പ്രക്ഷോഭങ്ങൾ മാത്രമായിരുന്നില്ല. അമേരിക്കൻ ഇസ്രായേലി ചാര ഏജൻസികൾ പരിശീലിപ്പിച്ച സംഘങ്ങൾ തെരുവിലിറങ്ങി സുരക്ഷാ സേനയ്ക്കും സാധാരണക്കാർക്കും നേരെ ആക്രമണം നടത്തിയെന്നാണ് അവർ പറയുന്നത്. രാജ്യത്തെ അകത്ത് നിന്ന് ദുർബലപ്പെടുത്തുക, ഭരണകൂടത്തിനെതിരെ ആഭ്യന്തര കലാപം സൃഷ്ടിക്കുക, ഒടുവിൽ ഒരു ഭരണകൂട മാറ്റ സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെ നയിക്കുക, ഇതായിരുന്നു ഈ ഗൂഢപദ്ധതിയുടെ ലക്ഷ്യമെന്നാണ് ഇറാന്റെ വാദം. അപ്പോൾ ഈ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ പശ്ചിമേഷ്യയിലെ വലിയ ഭൗമരാഷ്ട്രീയ യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള അകൽച്ച ഇന്ന് തുടങ്ങിയതല്ല. 1979 ഇറാനിയൻ ഇസ്ലാമിക് വിപ്ലവത്തിന് ശേഷം ഇരു രാജ്യങ്ങളും നേരിട്ടും പരോക്ഷമായും നിരന്തര സംഘർഷത്തിലൂടെയാണ് കടന്നുപോയത്. സാമ്പത്തിക ഉപരോധങ്ങൾ, രഹസ്യചാര പ്രവർത്തനങ്ങൾ, സൈബർ ആക്രമണങ്ങൾ, ലക്ഷ്യമിട്ട കൊലപാതകങ്ങൾ, മാത്രമല്ല പ്രോക്സി യുദ്ധങ്ങൾ, ഇവയെല്ലാം ഈ നീണ്ട പോരാട്ടത്തിന്റെ ഭാഗമായിരുന്നു. അതിൽ ഇസ്രായേൽ പലപ്പോഴും അമേരിക്കയുടെ പ്രധാന പ്രാദേശിക സഖ്യകക്ഷിയായി പ്രവർത്തിക്കുകയും ചെയ്തു. ഇപ്പോൾ പുറത്തു വരുന്ന ആയുധക്കടത്ത് ആരോപണങ്ങൾ ഈ നിഴൽ യുദ്ധത്തിന്റെ മറ്റൊരു രൂപമാണ് എന്നാണ് ഇറാൻ പറയുന്നത്. പശ്ചിമേഷ്യയിലും അതിനപ്പുറവുമുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് ധനസഹായവും ആയുധങ്ങളും നൽകുന്നത് അമേരിക്കൻ ദീർഘകാല നയമാണ് എന്ന് ടെഹ്റാൻ ആരോപിക്കുകയാണ്. ഇത് വെറും ഒരു രാഷ്ട്രീയ വിമർശനമല്ല, മറിച്ച് അന്താരാഷ്ട്ര നിയമത്തിന്റെ നഗ്നമായിട്ടുള്ള ലംഘനമാണ് എന്നാണ് ഇറാന്റെ നിലപാട്. ഒരു പരമാധികാര രാഷ്ട്രത്തിനകത്ത് കലാപവും ഭീകരപ്രവർത്തനവും സൃഷ്ടിക്കുവാൻ വിദേശ രാജ്യങ്ങൾ രഹസ്യമായി ആയുധങ്ങൾ എത്തിക്കുന്നുവെങ്കിൽ അത് ഐക്യരാഷ്ട്രസഭയുടെ ചട്ടങ്ങളുടെ ലംഘനമാണ് എന്ന് തന്നെയാണ് ഇറാൻ പറയുന്നത്. ഇതിനിടെ ഫെബ്രുവരി അവസാനം ആരംഭിച്ച അമേരിക്ക ഇസ്രായേൽ ആക്രമണങ്ങളും സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കി. ഇറാന്റെ കണക്ക് പ്രകാരം പ്രകോപനമില്ലാത്ത സൈനിക നടപടികളാണ് അമേരിക്കയും ഇസ്രായേലും ആരംഭിച്ചത്. അതിന് മറുപടിയായിട്ട് ഇറാൻ നടത്തിയ നിർണായകമായിട്ടുള്ള പ്രതികാര നടപടികൾ പശ്ചിമേഷ്യയെ ഒരു വലിയ യുദ്ധത്തിന്റെ വക്കിലെത്തിച്ചു. ഒടുവിൽ ഏപ്രിൽ 8
വെടിനിർത്തൽ പ്രഖ്യാപിക്കപ്പെട്ടുവെങ്കിലും ഇറാനെതിരായിട്ടുള്ള അമേരിക്കൻ സമ്മർദ്ദം അവസാനിച്ചില്ല എന്നാണ് ഇറാൻ ആരോപിക്കുന്നത്. പ്രത്യേകിച്ച് സമുദ്ര ഉപരോധങ്ങളും സാമ്പത്തിക ഉപരോധങ്ങളും തുടരുന്നതിനെ അവർ അപ്രഖ്യാപിത യുദ്ധം എന്ന് വിശേഷിപ്പിച്ചു. അപ്പോൾ ഈ സാഹചര്യത്തിൽ IRGCയുടെ പുതിയ ഓപ്പറേഷൻ ഒരു സുരക്ഷാ നടപടി മാത്രമല്ല, ശക്തമായ രാഷ്ട്രീയ സന്ദേശവുമാണ്. രാജ്യത്തിനകത്തെ വിദേശ ഗൂഢാലോചനകൾ തകർക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന സന്ദേശമാണ് ഇറാനിയൻ ഭരണകൂടം ലോകത്തിന് നൽകുന്നത്. അതേസമയം ഈ സംഭവ വികാസങ്ങൾ പശ്ചിമേഷ്യയിൽ ഒരു പുതിയ രഹസ്യ യുദ്ധഘട്ടം ആരംഭിച്ചുവെന്ന ആശങ്കയും ഉയർത്തുന്നുണ്ട്. കാരണം നേരിട്ടുള്ള യുദ്ധങ്ങളിൽ നിന്ന് മാറി രാജ്യങ്ങൾ ഇപ്പോൾ കൂടുതൽ ആശ്രയിക്കുന്നത് ചാരപ്രവർത്തനങ്ങൾ, പ്രോക്സി ഗ്രൂപ്പുകൾ, ആഭ്യന്തര അസ്ഥിരത സൃഷ്ടിക്കുന്ന ഓപ്പറേഷനുകൾ എന്നിവയിലേക്കാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഇസ്രായേലിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് ഇറാൻ പണി കൊടുത്തു കഴിഞ്ഞു. പക്ഷേ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ പകരത്തിന് പകരം എന്നത് ഒരു സ്വാഭാവിക നിയമം മാത്രമാണ്. അപ്പോൾ ഈ നീക്കത്തിന് ഇസ്രായേൽ നൽകാൻ പോകുന്ന മറുപടി എന്തായിരിക്കും? കാത്തിരുന്ന് കാണാം. വരാനിരിക്കുന്നത് ഇതിലും വലിയ വെളിപ്പെടുത്തലുകളാകാം. ഒടുവിൽ ഏത് വൻശക്തികൾ ഒന്നിച്ചാലും എത്ര നിഗൂഢ തന്ത്രങ്ങൾ മെനഞ്ഞാലും അന്തിമ വിജയം സത്യത്തിന്റെ പക്ഷത്തായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് ഈ ലോകം വരും ദിവസങ്ങളിൽ സാക്ഷ്യം വഹിക്കാൻ പോകുന്നതുമാണ്. അപ്പോൾ നെതന്യാഹുവിന് ഇറാന്റെ വക തിരിച്ചടി നൽകുന്നത് ഇത് ആദ്യമായിരിക്കില്ല, ഇത് അവസാനവുമല്ല. അതുപോലെ തന്നെ ഇറാന്റെ വലയിൽ ഇസ്രായേലിനെ വീഴ്ത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ നെതന്യാഹുവിനെ പിടിക്കുവാനും നെതന്യാഹുവിനെ വധിക്കുവാനും ഇറാൻ അധിക സമയം വേണ്ട എന്നാണ് സത്യം.